മാനവികതയുടെ മഹാസന്ദേശം ലോകത്തിന് പകർന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിലുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടാമത് സംസ്ഥാന കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 102-ലധികം ഇനങ്ങളിലായി പ്രായവും പ്രാരാബ്ധങ്ങളും തളർത്താത്ത 1500-ലധികം മത്സരാർത്ഥികളാണ് 2025 നവംബർ 28, 29, 30 തീയതികളിൽ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടക്കുന്ന കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത്. കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. സുപ്രസിദ്ധ ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഈ കലോത്സവത്തിന് ഉദ്ഘാടനം നിർവഹിക്കും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യാതിഥികളായി പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ വി.ടി. മുരളി, നാടക ചലച്ചിത്ര അഭിനേത്രി ശ്രീമതി നിലമ്പൂർ ആയിഷ എന്നിവരുമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഉദ്ഘാടന വേദിയിലേക്ക് ഉപവിഷ്ടരാവുന്നതിനായി സിൻഡിക്കേറ്റ് അംഗവും ജനറൽ കൺവീനറുമായ ഡോക്ടർ സി ഉദയകല, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് വി പി, പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മുഖ്യ അതിഥികളായ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും മലയാള ചലച്ചിത്ര പിന്നണി ഗായകനുമായ ശ്രീ വി.ടി. മുരളി, മലയാള നാടക ചലച്ചിത്ര അഭിനേത്രി ശ്രീമതി നിലമ്പൂർ ആയിഷ, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജെ പ്രസാദ്, സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് വി.പി. പ്രശാന്ത്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ഹേമന്ത് കുമാർ, സിൻഡിക്കേറ്റ് അംഗങ്ങളായ ശ്രീ ഹരിദാസ് പി, ഡോക്ടർ എ ബാലകൃഷ്ണൻ, ഡോക്ടർ എം ജയപ്രകാശ്, ശ്രീ എസ് കെ ആദർശ്, കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രിയ പി, മലബാർ ക്രിസ്ത്യൻ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സണ്ണി വി പി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ്, കോഴിക്കോട് റീജിയണൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ എന്നിവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഉദ്ഘാടന സമ്മേളനം ഇവിടെ യൂണിവേഴ്സിറ്റി ഗീതത്തോടുകൂടി ആരംഭിക്കുന്നു. പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ രചിച്ചതും പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രൻ ഈണം പകർന്നതുമായ യൂണിവേഴ്സിറ്റി ഗീതത്തോടുകൂടി ഈ ഉദ്ഘാടന സമ്മേളനം ഇവിടെ ആരംഭിക്കാം. യൂണിവേഴ്സിറ്റി ഗീതത്തിനായി എല്ലാവർക്കും എണീറ്റ് നിൽക്കുക.
മാറണം, ജാതിഭേദമാകെ മാറണം. ജ്ഞാനകേന്ദ്രമേ ജയിക്കണം, സ്വതന്ത്രരാകണം, വിശ്വപൗരരായി മാറണം. കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളന വേദിയിലേക്ക് എല്ലാ വിശിഷ്ടാതിഥികളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സിൻഡിക്കേറ്റ് അംഗവും ജനറൽ കൺവീനറുമായ ഡോക്ടർ സി ഉദയകല, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP, പ്രശസ്ത കവിയും ഗാനരചയിതവുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മുഖ്യ അതിഥികളായ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും മലയാള ചലച്ചിത്ര പിന്നണി ഗായകനുമായ ശ്രീ VT മുരളി, മലയാള നാടക ചലച്ചിത്ര അഭിനേത്രി ശ്രീമതി നിലമ്പൂർ ആയിഷ, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ J. പ്രസാദ്, സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് VP പ്രശാന്ത്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ഹേമന്ത് കുമാർ, സിൻഡിക്കേറ്റ് അംഗങ്ങളായ ശ്രീ ഹരിദാസ് P, ഡോക്ടർ A. ബാലകൃഷ്ണൻ, ഡോക്ടർ M. ജയപ്രകാശ്, അഡ്വക്കേറ്റ് G. സുഗുണൻ, ഡോക്ടർ പ്രിയ P, മലബാർ ക്രിസ്ത്യൻ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സണ്ണി VP, പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ ഡോക്ടർ ഗ്രേഷ്യസ് ജെയിം, കോഴിക്കോട് റീജിയണൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ എന്നിവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബാലകൃഷ്ണൻ സർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP സാറാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗവും കലോത്സവത്തിന്റെ ജനറൽ കൺവീനറുമായ ഡോക്ടർ സി ഉദയകല ടീച്ചറെ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, കലയുടെ 3 നാളുകൾക്ക് തുടക്കം കുറിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കലാമാമാങ്കത്തിന് വിരുന്നൊരുക്കുന്ന കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ വേദിയിലാണ് നമ്മൾ ഏവരും ഇപ്പോൾ ഉള്ളത്. ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, ഇടതുപക്ഷ സർക്കാർ 2021 കണ്ടൊരു സ്വപ്നം, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ എല്ലാവരെയും, എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസത്തെ, അവരുടെ കലാ അഭിനിവേശത്തെ, അവരുടെ കായിക സങ്കല്പത്തെ ഒക്കെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഒരു ഓപ്പൺ സർവകലാശാല. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി തന്നെയാണ് കുരിപ്പുഴ ആസ്ഥാനമാക്കി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങി 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ മഹത്തായ പാരമ്പര്യത്തിന് നമ്മൾ വഴിയൊരുക്കുകയാണ്. ഏവർക്കും അഭിമാനത്തോടുകൂടി തന്നെ പറയുവാൻ കഴിയുന്നത് പോലെ എല്ലാ മനുഷ്യരെയും ലിംഗത്തിനും ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോവുകയാണ്. 1ാമത്തെ കലോത്സവം കൊല്ലത്ത് വെച്ച് അരങ്ങേറിയതിനു ശേഷം 2ാമത്തെ കലോത്സവം ഈ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത് ഈ കോഴിക്കോട് നഗരിയാണ് എന്നുള്ളത് നമുക്കേവർക്കും സന്തോഷം പകർന്നു നൽകുന്ന ഒന്നാണ്. കലയുടെ മാമാങ്കത്തിന് തിരിതെളിക്കുമ്പോൾ ആഴമേറും നിൻമഹസാം ആഴിയിൽ നമ്മളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം
എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ സങ്കല്പത്തെ നമുക്ക് ചിന്തിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തുള്ള സർവമാന മനുഷ്യനെയും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാക്കി ഈ കേരളത്തെ മാറ്റണമെന്ന് ആഗ്രഹിച്ച ആ മഹാത്മാവിന്റെ പേരിലുള്ള ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2ാമത് കലോത്സവത്തിനാണ് ഇന്നിവിടെ തിരിതെളിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രസംഗങ്ങളില്ല, ഒരുപാട് വാചാടോപങ്ങളില്ല, ആഡംബരങ്ങളില്ല. ഇവിടുത്തെ സാധാരണക്കാരുടെ മനസ്സിൽ, ഹൃദയത്തിൽ എന്നും എന്നും നിലനിൽക്കുന്ന ചില വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ വേദിയെ സമ്പന്നമാക്കിയിരിക്കുന്നത്. അവർക്ക് സ്വാഗതമരുളുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ കഥകളിയും അത് കഴിയുമ്പോൾ തിരുവാതിരയും ഒക്കെ ഉണ്ടാകും. ആ കലയുടെ മഹാപൂരങ്ങളെ കാണുവാൻ വേണ്ടി വന്നിരിക്കുന്ന ആരെയും നിരാശപ്പെടുത്താതെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2ാമത്തെ കലോത്സവം ആരംഭം കുറിക്കുന്ന ഈ വേദിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP അവർകൾ സാറാണ്. ഇപ്പോൾ വിളംബര ജാഥയിലും അദ്ദേഹം വളരെ ചുറുചുറുക്കോടി നടന്നു വന്നിട്ടാണ് ഇപ്പോൾ ഈ വേദിയിൽ കയറിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏറെ ഹൃദയം നിറഞ്ഞ രീതിയിൽ നേതൃത്വം വഹിക്കുന്ന പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ് സാറിനെ, നമ്മുടെ പ്രിയപ്പെട്ട വൈസ് ചാൻസലറെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കയ്യടിയൊന്നും പോരാ കേട്ടോ. ഇനി നമുക്കെല്ലാവർക്കും അറിയാം, വീഞ്ഞിന് പഴകുന്തോറും മാധുര്യമേറും എന്ന്. എന്നെന്നും കണ്ണേട്ടനിലൂടെ എന്ന സിനിമയിൽ ദേവദുന്ദുഭി നാദം നമ്മളെ എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മളെയെല്ലാം മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകിലേക്ക് എത്തിച്ചു നിൽക്കുന്ന വീഞ്ഞു പോലെ ഓരോ കാലം കഴിയുമ്പോഴും ഗാനങ്ങൾക്ക്, താളങ്ങൾക്ക്, ഈണങ്ങൾക്ക് ഒക്കെ മാധുര്യമേറ്റുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാർ. അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ഈ കലയുടെ പൂരത്തിന് തിരിതെളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കലാപാരമ്പര്യം ഒരിക്കൽ കൂടി അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇവിടെ നമുക്ക് കോമ്പയർ ചെയ്യുന്നവർ കൈതപ്രം സാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മലയാളിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടാത്ത ശ്രേഷ്ഠ വ്യക്തിത്വമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറിനെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി, ഇവിടുത്തെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ VT മുരളി നമുക്ക് എല്ലാവർക്കും അറിയാം. മാപ്പിള സാഹിത്യത്തിലായാലും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മലബാറിന്റെ പ്രിയപ്പെട്ട ഗായകനാണ്, എഴുത്തുകാരനാണ് ശ്രീ VT മുരളി സാർ. അദ്ദേഹവും നമുക്കേറെ ബഹുമാനീയനാണ്, പ്രിയപ്പെട്ടതാണ്. ശ്രീ VT മുരളി സാറിനെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി നിലമ്പൂർ ആയിഷ ഒരു ചരിത്രം തന്നെയാണ്. ആദ്യകാലത്ത് സിനിമയിൽ അഭിനയിക്കുവാൻ വന്ന റോസിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് ചരിത്രമായി നിൽക്കുമ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് അരങ്ങിലേക്ക് ഇറങ്ങി വന്ന് നാടകത്തിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെയും ഹരിതമായ സാംസ്കാരിക വേദിയിലേക്ക് ചവിട്ടിക്കയറി നിലയുറപ്പിച്ചവളാണ് ശ്രീമതി നിലമ്പൂർ ആയിഷ. സംസ്ഥാന സർക്കാരിന്റെ ബഹുമതികളടക്കം വാരിക്കൂട്ടിയപ്പോൾ സ്ത്രീകളുടെ തന്നെ ഇന്നലകളിലെ ഒരു ചരിത്രത്തെ, ഒരു പാരമ്പര്യത്തെ തന്നെ മാറ്റി നിർത്തിയ മഹത് വ്യക്തിത്വം കൂടിയാണ് ശ്രീമതി നിലമ്പൂർ ആയിഷ. ഏറ്റവും ബഹുമാനത്തോടെ, പ്രിയത്തോടെ ശ്രീമതി നിലമ്പൂർ ആയിഷ തത്തയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാണ്ഡിത്യം കൊണ്ട്, വാഗ്മിത്വം കൊണ്ട്, എഴുത്തുകൊണ്ട് ഒരുപാട് കാലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, കലാലയങ്ങളെ പുളകമണിയിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ J. പ്രസാദ് സാർ. ശങ്കരാചാര്യ സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായ, ചിന്തകനായ, എഴുത്തുകാരനായ ഡോക്ടർ J. പ്രസാദ് സാറിനെ, സൗമ്യ വ്യക്തിത്വത്തിനുടമയായ ഡോക്ടർ J. പ്രസാദ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം എപ്പോഴും സജീവമായ പിന്തുണയോടുകൂടി നിൽക്കുന്ന പ്രിയപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് VP പ്രശാന്ത്, അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു. സിൻഡിക്കേറ്റ് അംഗവും അതുപോലെ
നമ്മുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൺവീനറും കൂടിയായ ഡോക്ടർ എ ബാലകൃഷ്ണൻ സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ എം ജയപ്രകാശ് സാറ്, അദ്ദേഹവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിൻഡിക്കേറ്റ് അംഗമാണ്, ഒട്ടേറെ പദവികളിൽ ഇരുന്ന മനുഷ്യനാണ്. ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ എം ജയപ്രകാശ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ സ്വാഗതം പറയേണ്ടത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ കോഴിക്കോട് റീജിയണൽ സെന്ററിന്റെ പ്രദീപ് സാറിനാണ്. പ്രദീപ് സാറാണ് നമ്മുടെ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ എന്നു മാത്രമല്ല, കുറച്ചു കാലങ്ങൾ കൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ കലോത്സവം 28-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നടക്കുന്ന ഈ കലോത്സവത്തിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് RC ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം പറയേണ്ടത് നമ്മുടെ സിൻഡിക്കേറ്റ് അംഗമായ അഡ്വക്കേറ്റ് ജി സുഗുണൻ സാറിനാണ്. അദ്ദേഹവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അതുപോലെ തന്നെ ആദരണീയനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രജിസ്ട്രാർ ബിജു സാർ, നമ്മുടെ സൈബർ കൺട്രോൾ ബിജുകുമാർ സാർ, നമ്മുടെ മറ്റ് RC ഡയറക്ടർമാർ, അതുപോലെ നമ്മുടെ PRO, നമ്മുടെ ഫൈനാൻസ് ഓഫീസർ, നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കുടുംബങ്ങളെ മൊത്തവും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം പറയേണ്ടത്, നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ അലങ്കാരങ്ങൾ, ബോർഡുകൾ, നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ, അത് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ ആൾക്കാരാണ്. ആ ഫ്യൂച്ചർ പ്ലസിന്റെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ യൂണിയൻ ബാങ്കിന്റെ ഓരോ അംഗങ്ങളെയും ഞാൻ സ്വാഗതം പറയുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും നേതൃത്വം തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. റെനി സെബാസ്റ്റ്യനെയും ഞാൻ സ്വാഗതം പറയുന്നു. ഇനി നമ്മുടെ ദൃശ്യ മാധ്യമക്കാർ 2-3 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ സഹായവും തന്നുകൊണ്ട് നമ്മളോടൊപ്പമുണ്ട്. അവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർമാർ, അതുപോലെ നമ്മുടെ ഇവിടെയുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇന്ന് നമ്മുടെ ഈ വിളംബര ജാഥയ്ക്ക് അകമ്പടിയായി വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളെ എല്ലാവരുമാണ് നമ്മുടെ ഈ വേദിയെ 3 ദിവസം സജീവമാക്കുന്നത്. 28 മുതൽ 30-ാം തീയതി രാത്രി നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങുന്നത് വരെ ഈ കലയുടെ മാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളെ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് വിളിച്ച് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നന്ദി ഉദയകല മാഡം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനൊരു വലിയ പ്രസംഗത്തിൻ്റെ മുൻനിരയിൽ ആൾറെഡി സമയം ഒരുപാടായി. ഇന്ന് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന എത്രയും ബഹുമാനപ്പെട്ട പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാർ, മുഖ്യ അതിഥികളായ ബഹുമാനപ്പെട്ട VT മുരളി, ശ്രീമതി നിലമ്പൂർ ആയിഷ, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷേ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്കാഡമി തുടങ്ങിയിട്ട് 22-ലാണ് തുടങ്ങിയത്. 3 വർഷമായതേ ഉള്ളൂ. ഇപ്പം 76,000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. 31 പ്രോഗ്രാമിലായിട്ട്. ഇന്ത്യയിലെ മൊത്തം 18 ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉള്ളത്. അതിൽ ഏറ്റവും യങ്സ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. 10-30 വർഷമായി മുമ്പ് തുടങ്ങിയ ഇന്ത്യയിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അതേ ലെവലിൽ നമുക്ക് ഈ 3 വർഷം കൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വളരാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും പറയാൻ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതൊരു ശരിക്കും യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു ടീം, എങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർ, PVC, രജിസ്ട്രാർ, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സ്, ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ, പ്രിയപ്പെട്ട അധ്യാപകർ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, എല്ലാവരും കൂടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന, അവിടെ ഒരു ഡിഫറൻസുമില്ല, എല്ലാവരും ഒരു കയ്യോടെ ഒരു മെയ്യോടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ 3 വർഷം കൊണ്ട് ഇത്ര ഉയർച്ച. ഇങ്ങനെ ഈ അവസരത്തിൽ എല്ലാവരെയും ഞാൻ എൻ്റെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ഇത് 2ാമത്തെ കലോത്സവമാണ്. ആദ്യം കൊല്ലത്താണ് നടത്തിയത്. അന്ന് 7000-ഓളം പാർട്ടിസിപ്പൻസ് കേരളം ഒട്ടൊക്കെ വന്ന്. ഇത്തവണ കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. നമ്മൾ 5 റീജിയണൽ കലോത്സവം നടത്തി. അതിൽ സിംഗിൾ ഐറ്റത്തിൽ, വ്യക്തിഗത ഐറ്റത്തിൽ 1st, 2nd, 3rd കിട്ടിയ ഇവിടെ
മാറ്റിവെക്കുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഐറ്റംസ് അങ്ങനെ ഏകദേശം ഒരു 1500ഓളം പാർട്ടിസിപ്പൻസ് 2-3 ദിവസങ്ങളിലായിട്ട് ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഏകദേശം 102ഓളം 85 വ്യക്തിഗത ഐറ്റങ്ങളും 17 ഗ്രൂപ്പ് ഐറ്റംസും ഉണ്ട്. അപ്പം പിന്നെ ഇത് ശരിക്കും ഒരു കലോത്സവത്തിനുപരി നമ്മുടെ പഠിതാക്കളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. കാരണം പണ്ട് അവർ സ്വപ്നം കണ്ട് കോളേജിൽ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള, പഠിക്കാൻ പറ്റാതെ പോയ, പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയ ഒരു അവസരമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കലോത്സവത്തിനപ്പുറമായിട്ട്. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ മറ്റുള്ള റെഗുലർ യൂണിവേഴ്സിറ്റിയെക്കാളുപരി ഇവിടെ അച്ഛനും മകളും മത്സരിച്ച് പ്രൈസ് വാങ്ങി ഫാത്തിമ കോളേജിൽ നിന്ന് വന്നിട്ട് അവരിവിടെ നിന്ന് മത്സരിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്. സഹോദരനും സഹോദരി ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്. അപ്പൂപ്പനും അമ്മൂമ്മയും പേരക്കുട്ടികളും ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കലോത്സവമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത 2 ദിവസങ്ങളിൽ നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പ്രത്യേകതയും ആൾക്കാരുടെ സന്തോഷവും ഒക്കെ. എന്നുവെച്ചാൽ അവർ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല. കാര്യം നമ്മൾ ഈ തവണ സാക്ഷാ മിഷനുമായിട്ട് നമ്മളൊരു ടൈപ്പായി. അപ്പോൾ അവർ +2 കഴിഞ്ഞാൽ ബാക്കി എന്തെന്നുള്ള രീതിയിൽ അവരിങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി സാക്ഷാ മിഷനുമായിട്ട് ചേർന്നിട്ട് അപ്പം അവർ നമ്മളെ പഠിതാക്കളായിട്ട് ചേർത്തിട്ടുണ്ട്. അതായത് 2500 പേര് ഈ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം ഏകദേശം 10,000-ഓളം പേരാണ് സാക്ഷാ മിഷൻ വഴി +2 തുല്യതാ പരീക്ഷ എഴുതിയ ആൾക്കാർ. അങ്ങനെ സൊസൈറ്റിയിൽ പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയവർക്കും, പല കാരണങ്ങൾ കൊണ്ട് പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയവർക്കും, നേരത്തെ അവസരങ്ങൾ കിട്ടാത്തവർക്കും എല്ലാം ഉള്ള ഒരു അത്താണിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മോട്ടോ തന്നെ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ ഓരോരുത്തരെയും പിന്നിലുണ്ട്. നിങ്ങൾക്ക് അതിലും പ്രത്യേകം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോഴ്സും അവിടെ പഠിക്കാം. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഏജ് ലിമിറ്റിന്റെ പ്രശ്നമില്ല, TC വേണ്ട, മാർക്കിന്റെ ക്രൈറ്റീരിയ ഇല്ല. അതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത്. പഠിക്കാൻ താല്പര്യമുണ്ടോ? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. വൈകിയ വേളയിൽ ഞാൻ നിർത്തുകയാണ്. ഒരുപാട് നിങ്ങളെ കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന കൈതപ്രസാദ് സാറും PT മുരളി സാറും ഐഷ മാഡം ഒക്കെ ഉണ്ട്. അവരുടെ പ്രസംഗം കേൾക്കാം. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി സർ. മലയാള ചലച്ചിത്രങ്ങൾക്ക് അവിസ്മരണീയ ഗാനങ്ങൾ നൽകി സമ്പന്നമാക്കിയ അതുല്യ പ്രതിഭ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഗാനരചയിതാവ്, കവി, സംഗീത സംവിധായകൻ, നടൻ, ഗായകൻ, തിരക്കഥാകൃത്ത്, സംഗീതജ്ഞൻ എന്നീ നിലകളിൽ മികവ് തെളിയിച്ച അനുഗ്രഹീത കലാകാരൻ. എന്നെന്നും കണ്ണീട്ടന്റെ എന്ന ചിത്രത്തിൽ തുടങ്ങിയ ഗാനസബരിയ മിന്നൽ വള എന്ന ട്രെൻഡ് സെറ്റർ ഗാനത്തിൽ വരെ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നിസ്തുല സംഭാവനകൾക്ക് അംഗീകാരമായി മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും ലഭിച്ചത് നമ്മൾ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2ാമത് സംസ്ഥാന കലോത്സവം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെയും വിശിഷ്ടാതിഥികളെയും സാദരം ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവനെ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങാം. വേദിയിലെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് മുരളി, ഐഷ ചേച്ചി, പ്രസാദ് സാർ, ഉദയകല, ജഗതി രാജ്, എനിക്ക് കൂടുതൽ പരിചയമില്ലാത്ത പേരുകളാണെങ്കിലും പ്രിയപ്പെട്ടവരായ വേദിയിലെ എല്ലാവരെയും നമസ്കരിക്കുന്നു. സദസ്സിന് എൻ്റെ സ്നേഹം. ഈ മത്സരത്തിൻ്റെ തിരക്കുകൾ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ മക്കളെ അത്ര കാണുന്നില്ല. പിന്നെ പ്രിൻസിപ്പൽ പറഞ്ഞു പലതരത്തിലുള്ള പല പ്രായക്കാരും മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും വളരെ പ്രിയങ്കരമായ ഈ പരിപാടി കോഴിക്കോട് വെച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. കോഴിക്കോട് കലകൾക്ക് സാഹിത്യത്തിനുമൊക്കെ ശരിക്ക് വേരോട്ടമുള്ള, നല്ലോണം ആസ്വദിക്കുന്ന, സ്നേഹിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഞാനും 40 കൊല്ലമായിട്ട് ഇവിടെയുണ്ട്. ഇവിടെയുള്ള ഞാൻ വടക്ക് ജനിച്ചതാണെങ്കിലും എൻ്റെ കലാജീവിതമൊക്കെ ഇവിടെ തന്നെ കോഴിക്കോട് തന്നെയാണ്. വാസുവേട്ടൻ്റെയും പിന്നെ ബഷീറിൻ്റെയും മറ്റ് പ്രമുഖരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ഒക്കെ കൂടെ ഇവിടെ ജീവിച്ച കാലം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ബാവുക്ക തുടങ്ങിയിട്ടുള്ള സംഗീതജ്ഞരുടെ, പിന്നെ പുതിയ തലമുറയിലുള്ള, എൻ്റെ തലമുറയിലുള്ള മുരളി പോലുള്ള ആൾക്കാർ ഒക്കെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഒരു കൂട്ടായ്മയിൽ ഞാൻ ജീവിച്ചത് എനിക്ക് തന്നെ വലിയൊരു ഉത്തേജകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ ലോകത്തിൽ ഗുരുദേവൻ്റെ ഒരു പ്രത്യേകിച്ചുള്ളൊരു കാര്യമാണ്. ലോകത്തിൽ സൃഷ്ടി നടക്കുമ്പോൾ ആകെ 2 ജാതി ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ആൺജാതി, പെൺജാതി, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മളുണ്ടാക്കിയതാണ്. ആ നമ്മളുണ്ടാക്കിയതിനൊന്നും ഞാൻ അത്ര വിലമതിക്കുന്നില്ല. അതേസമയത്ത് ഈ പെൺജാതി എന്ന് പറയുന്ന നമ്മുടെ നേരെ എൻ്റെ നേരെ എതിർ ജാതി, അവരെ എപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കാത്ത ആളാണ്. മക്കൾ എന്നെ അനുകരിക്കുന്നുണ്ടെങ്കിൽ അതിലാണ് ആദ്യം അനുകരിക്കേണ്ടത്. ഒരു പ്രലോഭനങ്ങൾക്കും അടിമയാവാതിരിക്കുക. ആധുനികവും പുരാതനവുമായിട്ടുള്ള ഒരുപാട് ലഹരി സാധനങ്ങളുണ്ട്. നമ്മുടെ ചുറ്റും അവരിങ്ങനെ അണിനിരത്തുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള പലരും അതിനകത്ത് വീണുപോയിട്ടുണ്ട്. പക്ഷേ അതിൽ വീണു പോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ധാരാളം വായിക്കുക, ധാരാളം കാണുക, കേൾക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മനോഹരമായ ഈ രണ്ടാം പ്രാവശ്യത്തെ ഈ ആഘോഷം, ഇതിൻ്റെ കലോത്സവം മത്സരം ആവാതെ ഉത്സവമായി തന്നെ അവസാനിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെ ഹൃദയത്തോടുകൂടി എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വളരെ കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. വളരെ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ ഒരുപാട് കഷ്ടതകളിൽ നിന്ന് അതിജീവിച്ച് നിൽക്കുന്ന ഒരാളാണ്. ധൈര്യം കൊണ്ട് മാത്രം, മരുന്ന് കൊണ്ട് മാത്രമൊന്നും നിൽക്കാൻ പറ്റില്ല. മരുന്ന് കൊണ്ടാണെങ്കിൽ ഞാൻ കടന്നുപോയേനെ. പക്ഷേ എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, എൻ്റെ കൂട്ടുകാരോട് പറയണം, വർത്തമാനം പറയണം, അവരുടെ കാര്യങ്ങൾ എനിക്ക് കേൾക്കണം എന്നൊക്കെയുള്ള അത്യായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ഇത്തരം പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നതാണ്. അതിനുള്ള ധൈര്യം എനിക്കുണ്ട്. ആ ധൈര്യവും നിങ്ങൾ ഇതിൽ എൻ്റെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ അനുകരിക്കേണ്ടത് സ്നേഹത്തിൻ്റെയും നന്മയെയും മാത്രമാണ്. ബാക്കിയുള്ള ലഹരിയൊന്നും കാര്യമില്ല. ആ ലഹരിയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. സംഗീതത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാവ്യത്തിൻ്റെ എല്ലാം ലഹരി നിങ്ങളെ നയിക്കട്ടെ, മുമ്പോട്ട് നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ
ഞാൻ നേരത്തെ ഉദയകലയോട് ഞാൻ പറഞ്ഞു, കലയും സംഗീതവും ചിത്രകലയും ഡാൻസും ഒക്കെ പരീക്ഷാ വിഷയങ്ങളാക്കി മാറ്റണം. എനിക്ക് തന്നെ ആവശ്യമുണ്ട്. എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കലാകേന്ദ്രം എന്നൊരു സ്ഥാപനമുണ്ട്. അതിൽ 5-6 ബ്രാഞ്ചസ് ഉണ്ട്. അതിലൊക്കെ കുട്ടികൾ ഈ പരീക്ഷ ആഗ്രഹിക്കുന്നുണ്ട്. അവർ 5-6 കൊല്ലം കഴിഞ്ഞാലും അവർക്ക് ഒരു പരീക്ഷ ഒന്നും കൊടുക്കാൻ നമുക്ക് നിർത്തിയില്ല. ഞങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റേ ഉള്ളൂ. അതിൽ പരീക്ഷ നടത്താനുള്ള ഒരു സൗകര്യം കൂടി ഈ SN യൂണിവേഴ്സിറ്റി നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഒന്നുകൂടി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ഏറെ നന്ദി സർ. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും മലയാള ചലച്ചിത്ര പിന്നണി ഗായകനുമായ ശ്രീ VT മുരളി അവർകളാണ്. അദ്ദേഹത്തിന്റെ തേൻതുള്ളി എന്ന ചിത്രത്തിലെ ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം മലയാളി ഹൃദയങ്ങളിൽ ഇന്നും തങ്ങി നിൽക്കുന്നതാണ്. ചലച്ചിത്ര പിന്നണി ഗായനരംഗത്ത് പ്രവർത്തിക്കുന്നതിന് പുറമെ നാടക ഗാനങ്ങളും ലളിത ഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും നാടൻ കലകളിലും മികവ് തെളിയിച്ച മുരളി സർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡിൽ അംഗമായിരുന്നു. ഈ കലാമേളയ്ക്ക് അനുഗ്രഹാശംസകൾ നേരുന്നതിന് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കൈതപ്രം, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഐഷത്ത, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്ന് തന്നെ പറയാം. സാധാരണ കോളേജിൽ പഠിക്കുന്നവരല്ലെങ്കിൽ പോലും എല്ലാവരും വിദ്യാർത്ഥികൾ തന്നെ. ഇവിടെ ഞാൻ വന്നപ്പോഴേ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്നെ ഒരു വിശേഷിപ്പിക്കുന്നത് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ആരോ നെറ്റിൽ എഴുതി വെച്ചത് നേരെ കോപ്പി അടിച്ച് പറയുകയാണ്. ഞാൻ 16 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി നെറ്റിൽ ആരും എഴുതിയിട്ടില്ല, അതുകൊണ്ട് അവർ പറഞ്ഞില്ല. DC ബുക്സും മാതൃഭൂമിയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ കേരളത്തിലെ എല്ലാ പ്രസിദ്ധീകരണ ശാലകളും എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതേക്കുറിച്ചൊന്നും പറയാതെ എനിക്ക് 2 സംഗീത നാടക അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും ഈ മാപ്പിളപ്പാട്ട് ഗായകൻ എന്ന് പറയാൻ എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ സിനിമയിൽ തേൻതുള്ളി എന്ന സിനിമയിലൊരു ഓത്തുപള്ളി എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ എന്നേക്കാൾ എത്രയോ മാപ്പിളപ്പാട്ടുകൾ യേശുദാസ് പാടിയിട്ടുണ്ട്. എത്രയോ പാട്ടുകൾ ഈ കൈതപ്രം എഴുതിയിട്ടുണ്ട്. പക്ഷെ ആരും കൈതപ്രത്തെ മാപ്പിളപ്പാട്ട് ഗാനരചയിതാവ് എന്ന് വിളിക്കാറില്ല. യേശുദാസിനെ ആരും മാപ്പിളപ്പാട്ട് ഗായകൻ എന്നും വിളിക്കാറില്ല. അപ്പം ഞാനിപ്പോഴും വിചാരിക്കുന്നത് എന്നെ അരുക്കാക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നാറുണ്ട്. അതൊരു ഇവിടുത്തെ VC ആയിട്ടുള്ള സാറിന് തന്നെ അറിയാം. എൻ്റെ ടാലൻസിനെ കുറിച്ചുമൊക്കെ നേരത്തെ അറിയുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു സംഗീതകാരൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ ജൂനിയറായി പഠിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തെന്ന് പറയുന്ന, ഇതൊരു വ്യക്തിപരമായി പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, സുരേഷ് മണിമല എന്ന് പറയും. സുരേഷ് മണിമല ആദ്യമായിട്ട് ഒരു ലളിതഗാനങ്ങളുടെ കാസറ്റ് ഇറക്കിയപ്പോൾ അത് അദ്ദേഹം എഴുതുകയും സംവിധാനവും ചെയ്ത കാസറ്റ് ഇറക്കിയത് എന്നെയും ചിത്രയെയും വെച്ചുകൊണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും നിങ്ങൾ എന്നെ മാപ്പിളപ്പാട്ടുകാരൻ എന്ന് വിളിക്കുന്നത് എന്താണ്? എനിക്കൊരു അപമാനമായി തോന്നുകൊണ്ട് പറയുകയല്ല. വേണ്ടത്ര അന്വേഷണങ്ങൾ നടത്തുന്നില്ല. ഏതോ ഒരാൾ ഒരു
തെറ്റെഴുതി വെച്ചാൽ അല്ലെങ്കിൽ അത് നേരെ എന്നോട് ചോദിച്ച് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു രീതി പോലും അവലംബിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. തെറ്റിദ്ധരിക്കരുത്, ഇവിടെ റോബിനൊക്കെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഏതായാലും ആ വിഷയം വിടാം. അതെൻ്റെ ഒരു പ്രതിഷേധവും എൻ്റെ ഒരു സങ്കടവും ഒക്കെ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തമാശ കൂടി പറയാം. ഒരിക്കൽ ഞാൻ മാപ്പിളപ്പാട്ടിനൊരു ജഡ്ജായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ജഡ്ജായിരുന്നപ്പോൾ എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് രണ്ടുപേര് വന്നു, നിങ്ങൾക്ക് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് എന്തറിയാം? അപ്പൊ എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന രണ്ട് ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളാണ്. ഞാൻ നടുവിലിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ ഉത്തര കേരളത്തിൽ മാപ്പിള എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതക്കാരാണ്, നിങ്ങളുടെ തെക്കൻ ഭാഗങ്ങളിൽ മാപ്പിള എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞവരോട്, ഇവർ രണ്ടുപേരും മാപ്പിളയും ഞാൻ പാട്ടും എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഇവരാരും കേൾക്കുന്നില്ല, കാരണം ഞാനും കേട്ടിട്ടില്ല ഇവരെന്താ പറഞ്ഞതെന്ന്. ഈ മോണിറ്റർ സ്പീക്കർ വേണ്ടത്ര വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലൊരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പേരിലുള്ള ഒരു യൂണിവേഴ്സിറ്റി, അതും ഓപ്പൺ യൂണിവേഴ്സിറ്റി, നമ്മുടെ മലയാളികളുടെ മനസ്സിന് മുഴുവനും ഓപ്പൺ ചെയ്ത ആളാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമി. വലിയ വിശാലമാക്കിയ ആളാണ്, എല്ലാ സ്പർദ്ധകളെയും നീക്കിയ ആളാണ്. അങ്ങനെ മലയാളി മനസ്സിനെ ഓപ്പൺ ചെയ്ത, തുറന്നു വെച്ച ഒരു ആളുടെ പേരിൽ തന്നെയാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നത്. വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ കലോത്സവം എന്ന് പറയുമ്പോൾ പലപ്പോഴും മത്സരമാണ്. മത്സരം കലകളിലാകാവോ എന്നൊരു പ്രശ്നമുണ്ട്. ഒക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട സമയമല്ല, സ്ഥലവുമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ഈ കലോത്സവം അവശേഷിപ്പിക്കേണ്ടത് മത്സരമല്ല, മറിച്ച് കലയാണ് അവശേഷിപ്പിക്കേണ്ടത്. ഓരോരുത്തരുടെ മനസ്സിനെയും വികാസമാണ്, അതാണ് അവശേഷിപ്പിക്കേണ്ടത്. അല്ലാതെ മത്സരബുദ്ധിയെ അല്ല വികസിപ്പിച്ചെടുക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വാസ്തവത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കലയെയും സംഗീതത്തെയും ഒക്കെ കുറിച്ച് ധാരാളം പറയുവാനുണ്ട്. ഇന്ന് നമ്മൾ 4 മണിക്ക് തുടങ്ങാൻ വെച്ച മീറ്റിംഗ് ആണിത്. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. അതിൻ്റെ ഞങ്ങളങ്ങ് പോവും. അത് കഴിഞ്ഞ് അത് സഹിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കലോത്സവത്തിന് എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു. ഞാൻ മാപ്പിളപ്പാട്ട് അല്ലാത്തൊരു പാട്ട് ഞാൻ പാടിയത് പാടാം. ഇത് ഞാൻ സിനിമയിൽ പാടിയത് തന്നെയാണ്. സിനിമ പിന്നണി ഗായകൻ എന്ന് ഇതിനകത്തുണ്ടോന്ന് അറിയില്ല. നാടക ചലച്ചിത്ര പിന്നണി ഗായകൻ എന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പിന്നണി ഗായകൻ എന്ന ഒരു പദവും എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ അത്രയ്ക്ക് പിന്നണിയിലല്ല എന്നുള്ളത് കൊണ്ടാണ്. മറ്റു പല കാര്യങ്ങളിലും ഞാൻ മുന്നണിയിലാണ്. ഈ പിന്നണി ഗാനത്തിൽ മാത്രമാണ് പിന്നണിയിലുള്ളത് എന്ന് ഞാൻ പറയാറുണ്ട്. മതളത്തേനുണ്ണാൻ പാറി പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ, നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ. മാതളത്തേനുണ്ണാൻ പാറി പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ, നിന്റെ
മാലയിട്ടു നിൽക്കുമ്പം നിന്നഴക് പൊന്നിനില്ല പൂവിനില്ല കുഞ്ഞിമണി മാലയിട്ടു നിൽക്കുമ്പം നിന്നഴക് പൊന്നിനില്ല പൂവിനില്ല പുന്നാരമോതും നിൻ മൊഴി മധുരം നിന്നുളം കുഴലിലെ തേനിനില്ല മാതളത്തേനുണ്ണാൻ പാറി പറന്നു വന്ന മാണിക്യക്കുയിലാളേ നീ എവിടെ നിന്റെ കൂടെവിടെ നീ പാടും പൂമരമെവിടെ നീ പാടും പൂമരമെവിടെ നീ പാടും പൂമരമെവിടെ. ഞാൻ പകുതി പാട്ടാണ് പാടിയത്. പകുതി വേറൊരു പാട്ട് കൂടി പാടാൻ വേണ്ടിയിട്ടാണ് പകുതി പാട്ട് പാടിയത്. നിങ്ങളുടെ സമയം കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത് പാടാൻ പോകുന്ന പാട്ട് ഞാനിപ്പോ പാടിയത് ONV പാട്ടാണ്. അടുത്ത് പാടാൻ പോകുന്നതും ഇതെന്റെ ഒരു വാശിയാണ് കേട്ടോ. എന്നെ മാപ്പിളപ്പാട്ട് വിളിക്കാരൻ വിളിച്ചത് എന്നുള്ളൊരു വാശിയായിട്ടാണ് ഇത് ഞാൻ പാടുന്നത്. പിന്നെ ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത് MB ശ്രീനിവാസനാണ്. പൊന്നരളി പൂവൊന്നു മുടിയിൽ ചൂടി കന്നിനില കസപൊളി പുടവ ചുറ്റി കുന്നത്തെക്കാവിൽ വിളക്കു കാണാൻ വന്നോരുൾ നാടൻ പെൺകിടാവേ എന്റെ ഉള്ളിൽ മയങ്ങുന്ന മാൻകിടാവേ പൊന്നരളി പൂവൊന്നു മുടിയിൽ ചൂടി കന്നിനില കസപൊളി പുടവ ചുറ്റി കുന്നത്തെക്കാവിൽ വിളക്കു കാണാൻ വന്നോരുൾ നാടൻ പെൺകിടാവേ എന്റെ ഉള്ളിൽ മയങ്ങുന്ന മാൻകിടാവേ ശാലീന ഭംഗി തളിർത്തു നിൽക്കും ശ്യാമ മനോഹര ഗ്രാമഭൂവിൽ ശംഖ് പുഷ്പം പോലൻ മുന്നിൽ ചിരിക്കുന്നൊരു നാടൻ പെൺകിടാവേ എന്റെ ഉള്ളിലെ പൊൻകിനാവേ ശംഖ് പുഷ്പം പോലൻ മുന്നിൽ ചിരിക്കുന്നൊരു നാടൻ പെൺകിടാവേ എന്റെ ഉള്ളിലെ പൊൻകിനാവേ പൊന്നരളി പൂവൊന്നു മുടിയിൽ ചൂടി കന്നിനില കസപൊളി പുടവ ചുറ്റി കുന്നത്തെക്കാവിൽ വിളക്കു കാണാൻ വന്നോരുൾ നാടൻ പെൺകിടാവേ എന്റെ ഉള്ളിൽ മയങ്ങുന്ന മാൻകിടാവേ ഉൾനാടൻ പെൺകിടാവേ എന്റെ ഉള്ളിൽ മയങ്ങുന്ന മാൻകിടാവേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നന്ദി പറയുന്ന ആള്
എന്നെ മാപ്പിളപ്പാട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കരുത്. അത് മാപ്പിളപ്പാട്ടുകാർ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. നമസ്കാരം. ശ്രീ VT മുരളി സാറിനോട് നിരുപാധികം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും ഞങ്ങളെ തിരുത്തി നേര് കാണിച്ചു തന്നതിനും മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മുടെ സദസ്സിനെ ധന്യമാക്കി തന്നതിനും നന്ദി രേഖപ്പെടുത്തുന്നു. യൂണിവേഴ്സിറ്റിയുടെ സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെയും ഉപഹാരം സ്വീകരിക്കുന്നതിനായി പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവர்களെയും സാദരം ക്ഷണിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി മുഖ്യാതിഥി ശ്രീ VT മുരളി അവர்களെയും സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതി രാജ് VP സാറിനെയും സാദരം ക്ഷണിക്കുന്നു. പൊന്നാട അണിയിച്ച ഉപഹാരം ആദരവ് നൽകുന്നതിനായി പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP സാറിനെ സാദരം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മുഖ്യാതിഥി ശ്രീ VT മുരളി അവர்களെയും സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി പൊന്നാട അണിയിച്ച് ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP സാറിനെയും പൊന്നാട അണിയിച്ച ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി നിലമ്പൂർ ഐഷയെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കലാമേളയുടെ ഉദ്ഘാടന അരങ്ങിന് മുഖ്യാതിഥിയായി എത്തിയ അനുഗ്രഹീത കലാകാരിയാണ് ശ്രീമതി നിലമ്പൂർ ആയിഷ. 1950കളിൽ കേരളത്തിൽ ആരംഭിച്ച രാഷ്ട്രീയ നാടക പ്രസ്ഥാനത്തിലൂടെ അരങ്ങിലെത്തിയ ശ്രീ നിലമ്പൂർ ആയിഷ നാടകാഭിനയത്തിന്റെ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന എതിർപ്പുകളെ അതിജീവിച്ച് 50ലേറെ വർഷങ്ങളായി നാടകവേദിയിൽ തുടരുന്നു. കലാമേഖലയിലുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ശ്രീമതി നിലമ്പൂർ ഐഷ മേഡത്തെ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭമായ വ്യക്തിത്വങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അഗൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ നമ്മുടെ നാടിന്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. തപിക്കുന്ന മനുഷ്യരുടെ ചോര വീണ് കുതിർന്ന ഈ യുഗത്തിന്റെ പട്ടിച്ചുരിയും നമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ. നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് ധന്യമായി കൊണ്ടിരിക്കുക. 6 പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലമുറകൾക്ക് അനുഗുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും പ്രവർത്തിച്ചിട്ടുണ്ടായി. അതിന്റെ ഫലമായി കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അടിയും മിടിയും വെടിയും ഒക്കെ ഏൽക്കേണ്ടി വന്നു. പക്ഷേ ഞാനത് പുല്ലായി കണക്കാക്കി. ഞാൻ അതിനും തിരിഞ്ഞു നോക്കിയതേയില്ല. എനിക്ക് എൻ്റെ മക്കൾ, അതുപോലെയാണ് എൻ്റെ രാജ്യം മാത്രമല്ല എൻ്റെ എല്ലാം എൻ്റെ രാഷ്ട്രീയം പോലും അതാണ്. ഞാൻ അത് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ രാഷ്ട്രീയത്തിലൂടെ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ഇപ്പോൾ ദൈനംദിനം എനിക്ക് എല്ലാ ആളുകളും അത്യാവശ്യമായിട്ട് പലത സഹായങ്ങളും ചെയ്തുകൊണ്ട് എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ അപ്രതീക്ഷിതമായിട്ടാണ്. അപ്പോഴും ഞാൻ എത്രയോ പ്രാവശ്യം യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ പഠിച്ചു പോയ കുട്ടികളാണ് അവരൊക്കെ.
ഇപ്പം ഇവരൊക്കെ പുതിയ കുട്ടികളാണ്, അവർക്ക് എന്നെ അറിയില്ല. അപ്പൊ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, ഇതൊക്കെ ആയിരുന്നു എൻ്റെ ജീവിത ശൈലി. അതുകൊണ്ട് തന്നെ അടിയും പിടിയും വെടിയൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പുല്ലായി കണക്കാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എങ്കിലും നിങ്ങളെപ്പോലെയുള്ള ഈ വരും തലമുറ അത് പിൻഗാമിയായി നിങ്ങൾ എൻ്റെ കൂടി നിൽക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. അതിന്റെ ഉത്തരം അവരാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് തരേണ്ടതും സമൂഹത്തിനോട് പറയേണ്ടതും അവരുടെ വീട്ടുകാരോട് പറയേണ്ടതും. അതിൽ ഞാൻ കൈകടത്തുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടം ഞങ്ങൾ പാടും, കുറെ ഞങ്ങൾ ആടും, കുറെ ഓരോ മാതിരി. അന്ന് ഓരോ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പാടുപോയിക്കും. ഞാൻ പറഞ്ഞു, എന്താണ് ഇപ്പൊ ഞാൻ അങ്ങനെ. അപ്പൊ ഞാനൊരു ദിവസം അങ്ങനെ ഇരുന്നിട്ട് ഒന്ന് പാടി. കാലച്ചെറുപ്പത്തിൽ തീറ്റി പോറ്റി വളർത്തിയേ ഒരു പെണ്ണായ കാലത്തെ കെട്ടിക്കൂടെ നിർത്തിയേ, ഉണ്ടായ മാരൻ മരിച്ചു പോകും സമയത്ത് അവരെ ഉന്മേഷ കൈയെടുത്തു വെച്ചെന്റെ മാറത്ത്, കണ്ടോല കൊള്ളത് തീറ്റിക്കല്ലേ പടച്ചോരെ, പറഞ്ഞ് കരയും ഇടയ്ക്ക് റൂഹും പിരിഞ്ഞാനേ, പിരിഞ്ഞെന്റെ മണിമാരൻ മരിച്ചു പോയി, പിറകെ ആസറത്തും കാത്തിരിപ്പിലായി, ഇടയ്ക്കിടെ പല ഘട്ടം വരുന്നു പിന്നെ, എനിക്കൊട്ടും മനസ്സില്ല മുഷിപ്പ് തന്നെ. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം. ആ ജീവിതം ഞാൻ ഇന്നും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. മാത്രമല്ല എൻ്റെ കുടുംബത്തെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മയും ബാപ്പയൊക്കെ മരിച്ചുപോയി. എന്നാൽ പോലും ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഞാൻ അവരെ ആലോചിച്ചിട്ടേ കിടക്കാറുള്ളൂ. കാരണം ആരായിരുന്നു ഒരു കാലഘട്ടത്തിൽ, പിന്നീട് എന്തായി മാറി, അത്രക്ക് ആയതിനു ശേഷമാണ് അവരൊക്കെ മരിച്ചു പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു വേദനയും എൻ്റെ മനസ്സിലുണ്ട്. ആ വേദനയിലുള്ള പാട്ടുകളായിരുന്നു ഞാൻ നിങ്ങളോട് പാടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കിത് പാടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പാടിയിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ ഊർജ്ജസ്വലവും പ്രചോദനാത്മകവുമായ വാക്കുകൾ കൊണ്ട് ഈ ഉദ്ഘാടന സദസ്സിനെ ധന്യമാക്കിയ അനുഗ്രഹീത കലാകാരി ശ്രീമതി നിലമ്പൂർ ആയിഷയെ പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ നേരുന്നതിനായി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജയപ്രസാദ് സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, കുട്ടികളുടെ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ബഹുമാന്യനായ വൈസ് ചാൻസലർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ പ്രായഭേദമന്യേ TC പോലുമില്ലാതെ പഠിക്കാൻ സന്നദ്ധരായിട്ടുള്ളവർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു തുറന്ന സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ പ്രവർത്തിച്ചു വരുന്ന സർവകലാശാല. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത് കാളിദാസൻ കലയെക്കുറിച്ച് ഒരു വിശേഷണം പറയുന്നുണ്ട്. നാട്യം ഭിന്നരുചേർജനസ്യ ബഹുധാപ്യേകം സമാരാധകം. നമ്മുടെ നാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു
കലയാണ് നാട്യകല. ആ നാട്യകലയിൽ എല്ലാം ഉൾക്കൊള്ളും. അത്തരത്തിലുള്ള ഒരു മഹത്തായ കലോത്സവം ഈ ലോകമറിയുന്ന സാഹിത്യ നഗരിയിൽ നടത്തുന്നതിനു വേണ്ടി തീരുമാനിച്ച യൂണിവേഴ്സിറ്റിയുടെ അധികൃതരോടും അതിനു വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രവർത്തകരോടുമെല്ലാം വളരെയധികം കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഈ കലോത്സവത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി സർ. അടുത്തതായി ആശംസകൾ നേരുന്നതിനായി ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് വി പി പ്രശാന്ത് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, സർവകലാശാലയുടെ വൈസ് ചാൻസലർ, വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അതിൻ്റെ രണ്ടാമത് കലോത്സവം നടത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ ഒന്നാം കലോത്സവം സർവകലാശാല ആസ്ഥാനമായ കൊല്ലത്ത് വെച്ച് സംഘടിപ്പിച്ച അനുഭവം വെച്ച് മലബാർ മേഖലയിൽ കൂടുതൽ പഠിതാക്കൾ ഉള്ള മേഖലയിൽ നടത്തണം എന്നാണ് തീരുമാനിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് ഈ കലോത്സവം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഒരു റെഗുലർ വിദ്യാർത്ഥിക്ക് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കിട്ടുന്ന എല്ലാ പാഠ്യേതര അനുഭവങ്ങളും സംഭാവന ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശ്രീനാരായണ ഗുരു സർവകലാശാല ഓപ്പൺ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലോത്സവം, സ്പോർട്സ് മീറ്റ്, മറ്റ് അവസരങ്ങൾ ഒക്കെ തന്നെ ഒരുക്കി കൊടുക്കുന്നു. പ്രായഭേദമന്യേയുള്ള പഠിതാക്കൾ ഈ സർവകലാശാലയിൽ ചേർന്ന് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള സ്വപ്നം സഫലീകരിക്കുമ്പോൾ ഒരു സമയത്ത് ക്യാമ്പസുകൾക്കകത്ത് പോയി റെഗുലർ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പഠിക്കാനും അതിന്റെ ഭാഗമായി കിട്ടേണ്ടുന്ന ഈ സർവകലാശാല കലോത്സവങ്ങളും മറ്റ് അനുഭവങ്ങളും ഒക്കെ കഴിയാതെ പോയവരും അതിനവസരം ലഭിക്കാതെ പോയവരുമായ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്, പഠിതാക്കളാണ് ഈ സർവകലാശാലയിൽ നിന്ന് ചേർന്ന് പഠിക്കുന്നത്. അവർക്ക് ആ അവസരം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ സർവകലാശാല ഈ കലോത്സവവും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത്. കലോത്സവങ്ങളും സർഗാത്മക വാസനകളും സാഹിത്യ സൃഷ്ടികളും സാംസ്കാരിക പ്രവർത്തനങ്ങളുമെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മനുഷ്യനായി വളരാൻ മറ്റന്യവർഗ ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായി ജാതിമത മറ്റ് രാഷ്ട്രീയ തെറ്റായ ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരായി, സ്നേഹമുള്ള മനുഷ്യരായി സമൂഹത്തിൽ വളരാൻ കഴിയുന്നതിന് ഇടയാക്കും എന്ന സന്ദേശം കൂടി അതിന് സഹായകരമാകുന്ന തരത്തിൽ പ്രവർത്തിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർവകലാശാല കലോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോ ഈ സർവകലാശാലയുടെ 5 സോണൽ കലോത്സവങ്ങളിലായി മാറ്റിവരയ്ക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഈ സ്റ്റേറ്റ് കലോത്സവത്തിലേക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിൽ, സോണൽ കലോത്സവത്തിൽ വിജയിച്ചവരും അല്ലാത്തവരുമായി എത്തിച്ചേരുകയാണ്. അപ്പോൾ ആയിരക്കണക്കിന് പഠിതാക്കളുടെ ഒരു കലാസംഗമ ഭൂമിയായി ഈ കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാറാൻ പോവുകയാണ് അടുത്ത 2 ദിവസം. ഇപ്പോൾ തന്നെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഈ വേദിയിലടക്കം പ്രധാനപ്പെട്ട 2 മത്സര ഇനങ്ങൾ കൂടി നടക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടും ഈ ഉദ്ഘാടന സമ്മേളനം കൂടുതൽ സമയം നീണ്ടുപോകുന്നത് ആ മത്സരങ്ങൾക്ക് സമയക്രമത്തിന്
ഭംഗിയുണ്ടാകും എന്നുള്ളതുകൊണ്ടും എല്ലാ ആശംസകളും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മത്സരാർത്ഥികൾക്കും ഈ കലോത്സവം ഇവിടെ വെച്ച് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ലേണർ സപ്പോർട്ടിംഗ് സെന്ററായി കൂടി പ്രവർത്തിക്കുന്ന ഈ സർക്കാർ കലാലയത്തിലെ ബഹുമാന്യരായ അധ്യാപകർക്കും പ്രിൻസിപ്പലിനും അതേപോലെ ഇതിന് സഹായം ചെയ്തു തന്ന എല്ലാവർക്കുമുള്ള നന്ദിയും രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് സർ. ആശംസകൾ നേരുന്നതിനായി ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ ബാലകൃഷ്ണൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, വൈസ് ചാൻസലർ, അതേപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനജി, പ്രിയമുള്ളവർ, ഞാനും ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ സമൂലമായൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ സർവകലാശാല രൂപം കൊള്ളുന്നത്. ഒരുപക്ഷെ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും മുന്തിയ അജണ്ടകളിലൊന്നായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുത്താനാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീനാരായണ സർവകലാശാല രൂപം കൊണ്ടത്. ഇന്ന് തുടക്കത്തിൽ ഏതാണ്ട് 5000-ലധികം വരുന്ന പഠിതാക്കളുമായി തുടങ്ങി ഇന്ന് അത് ഏതാണ്ട് 75,000-ഓളം വരുന്ന പഠിതാക്കളിലേക്ക് എത്തി നിൽക്കുന്ന വലിയൊരു സർവകലാശാലയായിട്ട് ഇന്ന് സംസ്ഥാനത്ത് വളർന്നിരിക്കുകയാണ്. അത്തരത്തിൽ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള പഠിതാക്കളുടെ അക്കാദമികപരമായ പ്രവർത്തനങ്ങളോടൊപ്പം അവരുടെ സർഗശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങളിലുള്ള കഴിവ് തെളിയിക്കുന്നതിനുള്ള അവസരമായിട്ടാണ് ഇത്തരം കലോത്സവങ്ങളും കായിക പ്രവർത്തനങ്ങളും ഒക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല കലോത്സവമാണ് ഇന്ന് നാളെയും മറ്റന്നാളുമായി നമ്മുടെ കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്നത്. ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ മത്സരാർത്ഥികളെയും വളരെ ആത്മാർത്ഥതയോടുകൂടി എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. നന്ദി സർ. ആശംസകൾ നേരുന്നതിനായി ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി സുഗുണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാന്യരായ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട ഈ യുവജനോത്സവം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കലോത്സവം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കലാലയങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നല്ല കലാഭിരുചിയുള്ളവർ സാഹിത്യരംഗത്തേക്ക് കടന്നു വരാൻ കഴിയുന്നവർ, സാംസ്കാരിക മേഖലയിൽ വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്നവർ, അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ അവർക്ക് മതിയായ പ്രോത്സാഹനം ലഭിക്കുന്നില്ല. അവർക്ക് ഈ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം പോലും പലപ്പോഴും നിഷേധിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഒരു ഓപ്പൺ സർവകലാശാലയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കുട്ടികളെല്ലാം തന്നെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ക്ലാസ്സുകളിൽ വരുന്നത്. ചിലപ്പോൾ ശനിയാഴ്ചയും വന്നെന്നിരിക്കും. വളരെ ചുരുക്കം കോളേജ് പഠനം എന്നുള്ളത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നേരിട്ടുള്ള മറ്റ് ഓൺലൈൻ ക്ലാസ്സും മറ്റുമെല്ലാം വേറെ നടക്കുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരിലെ കലാകാരന്മാരെ, സാഹിത്യവാസനയുള്ളവരെ, കലാ അഭിരുചിയുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. അത് വളരെ ഗൗരവമായ യൂണിവേഴ്സിറ്റി അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ആ കുട്ടികളെ എല്ലാം തന്നെ രംഗത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രണ്ടാമത് കലോത്സവം, യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം നടക്കുന്നത്. യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ
ഇങ്ങനെയുള്ള കലോത്സവങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് വലിയ കലാകാരന്മാരായി മാറുന്നത്. ഇപ്പൊ ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്ന കാലത്ത് ഇതേപോലെ തന്നെ സോണൽ കലോത്സവവും അതിനെ തുടർന്ന് ഇന്റർ സോണൽ, അന്ന് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കാലടി വരെ വരും, കാലടി വരെയുള്ള എല്ലാ കോളേജുകളും കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു. ഒരുപാട് കോളേജുകൾ ഉണ്ടായിരുന്നു, 10,000-കണക്കിന് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ കലോത്സവം നടത്തി. ആ കലോത്സവത്തിൽ ആദ്യമായി പങ്കെടുത്ത കലാകാരിയാണ് വലിയ പിന്നണി ഗായികയായ ചിത്ര. ഞങ്ങളാണ് ചിത്രയ്ക്ക് പ്രൈസ് കൊടുക്കുന്ന ആദ്യമായി. അതുപോലെ തന്നെ വേണുഗോപാൽ, വലിയ പാട്ടുകാരനായ ചലച്ചിത്ര പിന്നണി ഗായകനായ വേണുഗോപാലിനും ആദ്യമായി സമ്മാനം കിട്ടുന്നത് ഞങ്ങൾ നടത്തുന്ന ആ കലോത്സവത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ്. അതുപോലുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രമുഖനായ സിനിമാ താരം മഹാപ്രതിഭയായ മമ്മൂട്ടി അന്ന് ഞങ്ങൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഫിലിം ഗാലപ്പോൾ ഏറ്റവും നല്ല സിനിമയും കലാകാരന്മാരെയും തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു തീരുമാനമെടുത്തു, അത് നടപ്പിലാക്കി. അന്ന് ഏറ്റവും നല്ല സഹനടനായിട്ടാണ് മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തത്. യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തിയ ആ മത്സരത്തിൽ ഏറ്റവും നല്ല സഹനടനായിട്ടാണ് മമ്മൂട്ടിയെ തിരഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത്. അപ്പൊ ആ നിലയിൽ ഈ കലോത്സവത്തിൽ പങ്കെടുത്ത പ്രൈസ് സമ്മാനം കിട്ടുന്ന കുട്ടികൾ പലരും വലിയ ഉന്നത നിലവാരത്തിലുള്ള കലാകാരന്മാരായി മാറുന്നുണ്ട്. പക്ഷെ അതിനുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കണം. ആ സാഹചര്യം ഒരുക്കുന്ന ചുമതലയാണ് യൂണിവേഴ്സിറ്റികൾക്കും അങ്ങനെയുള്ള വേദികൾക്കുമുള്ളത്. ആ ഗൗരവത്തിലാണ് നിശ്ചയമായും ഈ യൂണിവേഴ്സിറ്റി ഈ കലോത്സവം നടത്തുന്നത്. ഇതിൽ പങ്കെടുത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇപ്പൊ സോണൽ മത്സരങ്ങൾ നടന്ന് അതിൽ തന്നെ നല്ല കലാകാരന്മാരും എഴുതാൻ കഴിയുന്നവരും എല്ലാം വന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ ഇന്റർ സോണൽ മത്സരത്തിൽ പങ്കെടുക്കും, സമ്മാനങ്ങൾ നേടും. ഈ മേഖലയിലേക്ക് അവർ നല്ല സംഭാവന ചെയ്യാൻ കഴിയുന്ന കലാകാരന്മാരായി മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കെല്ലാം തന്നെ അഭിനന്ദനങ്ങൾ, ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നന്ദി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ സർ. ആശംസകൾ നേരുന്നതിനായി ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗവും അറിയപ്പെടുന്ന അക്കാദമിഷ്യനുമായ ഡോക്ടർ എം ജയപ്രകാശ് സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ എത്രയും സമാദരണീയനായ അധ്യക്ഷൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ജഗതിരാജ് സാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ദീർഘമായി സംസാരിക്കുന്നില്ല. കലയുടെയും സാഹിത്യത്തിൻ്റെയും ഈ ഉത്സവത്തെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു വസ്തുത മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു വലിയ ഒരു എഴുത്തുകാരനായിരുന്നു. തത്വചിന്താപരമായ 62ഓളം കൃതികൾ 3 ഭാഷകളിലായിട്ട് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വലിയ എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വളരെ തനതായ കലയായ ഹരികഥ അല്ലെങ്കിൽ കഥാപ്രസംഗത്തിൻ്റെ ആദ്യ രൂപമായ ഹരികഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ശ്രീനാരായണ ഗുരുദേവൻ വലിയ പങ്ക് വഹിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാത്സല്യ ശിഷ്യനായ സ്വാമി സത്യവ്രതനെ കഥാപ്രസംഗ കല അഭ്യസിക്കുന്നതിനും കഥാപ്രസംഗം പറയുന്നതിനും ഗുരു ഏറെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം സ്വാമി സത്യവ്രതൻ ആദ്യമായി പറഞ്ഞ കഥ ശ്രീനാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യനായ മഹാകവി കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്നുള്ള കഥയാണ്, കാവ്യമാണ് ഈ സത്യദേവൻ സ്വാമിയുടെ വേദിയിൽ ആദ്യം അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ കഥാപ്രസംഗ കലാരൂപത്തിൻ്റെ അടിത്തറ പാകാനായിട്ട് അനുഗ്രഹവും പ്രോത്സാഹനവും നൽകിയ
ഒരു വലിയ ഗുരുദേവന്റെ ഹൃദയത്തിലുള്ള ഈ സർവകലാശാലയിൽ എന്തുകൊണ്ടും കലയുടെയും സാഹിത്യത്തിൻ്റെയും ഉത്സവത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഏവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടാമത് സംസ്ഥാന കലോത്സവത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകി വരുന്ന ഒഫീഷ്യൽ ടൈറ്റിൽ സ്പോൺസറായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി സ്പോൺസർഷിപ്പ് നൽകിയ യൂണിയൻ ബാങ്കിനും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി കോഴിക്കോട് റീജിയണൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ജഗദീഷ് സാർ, വേദിയിലിരിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ, മറ്റു വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ രണ്ട് കാര്യങ്ങളിൽ അഭിമാനിക്കുകയാണ്. ഒന്ന്, 2005 അധ്യാപകനായി കോളേജിൽ വരികയും 2006 മുതൽ 2014 വരെ ഈ വേദിയുടെ താക്കോൽ എൻ്റെ കയ്യിലായിരുന്നു. സ്റ്റാഫ് അഡ്വൈസറായിട്ട് 8 വർഷം ഞാൻ ഈ കോളേജിൽ വർക്ക് ചെയ്തു. അന്ന് ഈ വേദി പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. എൻ്റെ കുട്ടികളുമായി പങ്കുവച്ച ആ വർഷങ്ങൾ ഒരുപക്ഷെ വ്യക്തിപരമായി ഞാൻ അഭിമാനിക്കുന്നു. 2, ഈ കലോത്സവം കോഴിക്കോടിന്റെ ഒരു കലോത്സവമായി മാറുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന രൂപമല്ല നാളെ കാണാൻ പോകുന്നത്. നമ്മൾ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ എന്ന് പറയുമ്പോഴും വളരെ സമ്പന്നമാണ് കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രം എന്നുള്ളത്. വ്യത്യസ്തമായ കലകളുടെ ഈറ്റില്ലമാണ്. കലാഗ്രാമങ്ങൾ, ഒരുപാട് കലാഗ്രാമങ്ങളുടെ നാടാണ് കോഴിക്കോട്. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഏതാണ്ട് 40% പഠിതാക്കൾ ഉൾക്കൊള്ളുന്ന മലപ്പുറം കോഴിക്കോട് ജില്ല എന്ന നിലയിലും എന്തുകൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് ഒരുപക്ഷെ കോഴിക്കോടിനെ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിന്റെ വേദിയായി തിരഞ്ഞെടുത്തത്. ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഏറെ നിൽക്കുന്നില്ല. വളരെ വൈകിയ വേളയിലേക്ക് നമുക്ക് കഥകളി ഒരു കലാരൂപമുണ്ട്, കൂടാതെ നമ്മുടെ തിരുവാതിര മത്സരത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറെ ധരിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ, യോഗാധ്യക്ഷൻ, സാധാരണ ഒരു വൈസ് ചാൻസലർ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ അയക്കരുത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ നമുക്കറിയാം ഒരു വൈസ് ചാൻസലർ കണ്ണാടി കൂടുകളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ കർട്ടനുകളിലൂടെ സെക്യൂരിറ്റി ഫോഴ്സിന്റെയും PA-മാരുടെയും കർട്ടനിലൂടെയാണ് നമ്മൾ BSc പോയി കാണുന്നത്. പക്ഷേ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അങ്ങനെ കർട്ടനുകളൊന്നുമില്ലാതെ ഏതൊരു വ്യക്തിക്കും എപ്പോഴും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു വ്യക്തിത്വമാണ്. മാത്രമല്ല ഏതൊരു കുട്ടിക്കും പേഴ്സണലായി ഫോൺ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ്. എല്ലാ വേദികളിലും ഒരുപക്ഷെ ഒരു വൈസ് ചാൻസലർ ചെന്നെത്തേണ്ടാത്ത വേദികൾ, സാധാരണ ഒരു സ്റ്റാഫ് പോണ്ട വേദികളിലൊക്കെ തന്നെ സാറ് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് വളരെ പോപ്പുലറായി വളരെ ജനകീയമായി പൊതുജനങ്ങളിലേക്ക് മലയാളിയുടെ മനസ്സിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയെ എത്തിച്ച പ്രിയപ്പെട്ട ജഗദീഷ് സാറ്, ഒരുപക്ഷെ ഞാൻ അഭിമാനിക്കുന്നു സാറിൻ്റെ ലാളിത്യവും വിനയവും. ഞാൻ സാറിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചില കാര്യങ്ങളിലെങ്കിലും ആ ലാളിത്യം ഞാൻ കോപ്പി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കർക്കശ്യം ഉണ്ടെങ്കിലും ഇപ്പം സാറിനോട് കൂടി ഞാൻ പലതിലും ആ കർക്കശ്യം മാറ്റിവെച്ചുകൊണ്ട് ഈഗോ എന്ന് പറയുന്ന സാധനം പോലും ഇല്ലായിട്ടുണ്ട്. ആ സാറിനെ വളരെ സ്നേഹത്തോട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സാറിനെ വല്ല നേതൃത്വം ഒരുപക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി പേരിലും മറ്റെല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വ്യക്തിത്വം നമുക്കറിയാം. നമ്മളെ ഇത് ഉദ്ഘാടനം ചെയ്ത പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നിരവധി ചലച്ചിത്ര ഗാനങ്ങൾക്ക് രചന നൽകി മലയാളി മനസ്സിടം പിടിച്ച വ്യക്തിത്വം, മലയാളികൾ മറക്കാത്ത വ്യക്തിത്വം. പിന്നീട് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിക്കുമ്പോൾ ഒരു ദേശീയ പുരുഷനായി ഒരു അന്തർദേശീയ പുരുഷനായി മാറിയ വ്യക്തിത്വമാണ് ഇത് ഉദ്ഘാടനം ചെയ്ത്. വളരെ സ്നേഹത്തോട് ബഹുമാനത്തോട് അദ്ദേഹത്തിനുള്ള നന്ദി ഈ വേദിയിൽ ഞാൻ പറയുന്നു. അതുപോലെ തന്നെ VT മുരളി സാറ് മാപ്പിളപ്പാട്ട് മാത്രമല്ല പല കലാരൂപങ്ങൾക്കും അല്ലെങ്കിൽ പല പിന്നണി ഗായകനെന്നും അല്ലെങ്കിൽ ഗാനരചനാവ് എന്നും മലയാളികൾക്ക് മാതൃകയായ മനുഷ്യനാണ്. ആ മുരളി സാറിനെയും വളരെ ആദരവോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നിലമ്പൂർ ഐഷ, നമുക്കറിയാം ശ്രീമതി നിലമ്പൂർ ഐഷ എന്നുള്ളത് ഒരു യുഗ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റൊലി കൊണ്ടുവന്ന ഒരു സാമുദായിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു വനിത കൂടിയാണ്. പലതും നിഷേധിക്കപ്പെട്ട വനിതകൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം പകർന്ന ഒരു വനിത കൂടിയായിരുന്നു. വെറും നാടക നടിയോ അതിലുപരി ഒരു സാമൂഹ്യ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച
ബഹുമാനിയായ ശ്രീമതി നിലമ്പൂർ ഐഷയ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ മറ്റു ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ജെ പ്രസാദ് സാറ്, അതുപോലെ അഡ്വക്കേറ്റ് പി പ്രശാന്ത് സാറ്, അതുപോലെ തന്നെ ബാലകൃഷ്ണൻ സാറ്, ജയപ്രകാശ് സാറ്, അതുപോലെ തന്നെ സുഗുണൻ സാറ്, അതുപോലെ തന്നെ ഇതിന്റെ സ്വാഗതം ആശംസിച്ച ഉദയല ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയേണ്ടതായിട്ടുണ്ട്. കാര്യം ഇത് പലപ്പോഴും മലയാളിയുടെ ഒരു മനസ്സ് എന്നുള്ളത് മാറ്റിവെക്കൽ എന്നുള്ളതാണ്. ഓരോ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുമ്പോൾ 2 ദിവസം മുന്നോട്ട് പോകട്ടെ, 2 ദിവസം മുന്നോട്ട് പോകട്ടെ. പലപ്പോഴും ഉദയല ടീച്ചർ ഞാനും ഒക്കെ ഉള്ള പല കമ്മിറ്റികളെയും മാറ്റിവെക്കാനുള്ള തീരുമാനം ഏതാണ്ട് 90% മാറ്റിവെക്കാൻ തീരുമാനം എടുക്കണം. ഉദയല ടീച്ചർ പറയും വേണ്ട, അതങ്ങനെ ഡേറ്റ് ഉണ്ട്, ഏറ്റവും മാറ്റമില്ല. പക്ഷെ ടീച്ചറിന്റെ ഒരു അയൺ ഡിസിഷൻ പല കാര്യങ്ങളിലും ഒരുപക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പം ടീച്ചർ വിമർശിക്കപ്പെടാം, എങ്കിൽ പോലും ഈ വേദി ഇന്ന് സജ്ജമായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്രെഡിറ്റ് ടീച്ചറിനുണ്ട്. ഒരു കാരണവശാലും ഒരുപക്ഷെ ഇലക്ഷനിലേക്ക് കഴിഞ്ഞു പോകേണ്ട ഒരു വേദിയായിരുന്നു. ഇലക്ഷൻ മുമ്പ് തന്നെ ഈ വേദി വന്നതിൽ ടീച്ചറിന് വലിയൊരു സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സ്നേഹത്തോട് ടീച്ചറിനുള്ള നന്ദി ഒഫീഷ്യലായി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടറി ഓഫീസ് സാറുണ്ട്, സണ്ണി മാഡമുണ്ട്. ഒരുപക്ഷെ ഒരു വലിയ ടീം യൂണിവേഴ്സിറ്റിയുടെ ബഹുഭൂരിപക്ഷം സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സും ഒക്കെ തന്നെ ഈ വരുന്നിട്ടുണ്ട്. അതിൽ യൂണിവേഴ്സിറ്റി ഏതാണ്ട് നല്ല ശതമാനം 35ഓളം വരുന്ന ഒഫീഷ്യൽസ് നമ്മുടെ ഈ വേദിയിലുണ്ട്. അവർക്കൊക്കെ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സ്പോൺസേഴ്സായ ഫ്യൂച്ചർ പ്ലസ്, അതുപോലെ യൂണിയൻ ബാങ്ക് ഒരുപക്ഷെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടൊക്കെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ട സഹായം ചെയ്ത് നമ്മളെ സ്പോൺസർ ചെയ്ത വ്യക്തികൾ. അതുപോലെ തന്നെ ആർട്സ് കോളേജ് പറയുമ്പം എനിക്ക് 2-3 കാര്യങ്ങളാണ്. ഒരു ആർട്സ് കോളേജ് ഇന്ന് ഒരു വളരെ ചിട്ടവട്ടമുള്ള, വളരെ ഒരുപക്ഷെ ഗവൺമെന്റ് കോളേജുകൾ മാതൃകമായി നിൽക്കുന്ന ഒരു കോളേജ് തന്നെയാണ്. അതിനൊരുപക്ഷെ വളരെ ശക്തമായ ലീഡർഷിപ്പ്, ഒരു പ്രിൻസിപ്പൽ, വ്യക്തിപരമായി ഞാൻ പലപ്പോഴും പ്രിൻസിപ്പളായിട്ടൊക്കെ ചില വിജയിപ്പൊക്കെ ഉണ്ടെങ്കിലും വളരെ കർക്കശത്തോടെ ഈ കോളേജിനെ കൊണ്ടുപോകുന്ന വലിയ ഒരു സ്ഥാനം അവർക്കുണ്ട്. എനിക്കൊരു പക്ഷേ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത്തരം ഒരു വേദി ഇവിടെ കിട്ടുമെന്നുള്ളത്. ഞങ്ങൾ മറ്റു വേദികൾ ആലോചിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പറഞ്ഞത് അതല്ല, ഇവിടെ വേദി കിട്ടും, സാർ ആവശ്യപ്പെടാത്തതുകൊണ്ടാണ്. അപ്പൊ റിനിമാഡോ ഉദയമാഡോ അടക്കം എല്ലാം പോയി പറയുന്നു. ഒരു പക്ഷേ സാധാരണ ഒരു പ്രിൻസിപ്പൾ ഒരു കലോത്സവം വെന്യൂ അനുവദിക്കത്തില്ല. ഒരു നോർമൽ കേസിൽ പോലും ഒരു കോളേജിലും ഒരു പ്രിൻസിപ്പളും ഒരു കലോത്സവം വെന്യൂ അനുവദിക്കത്തില്ല. കാര്യം വെന്യൂ അനുവദിച്ചാൽ അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇത് രൂപമാകും എന്നുള്ളവർക്ക് അറിയാം. പക്ഷേ സാറൊക്കെ കൊടുത്ത ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു തർക്കവുമില്ലാതെ നമുക്ക് വെന്യൂ അനുവദിച്ചു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയ ടീച്ചർ, ഈ കോളേജിലെ അധ്യാപകർ, എല്ലാ രീതിയിലും നമ്മളെ സഹായിക്കുന്ന കോളേജിലെ അധ്യാപകർ, നമുക്കറിയാം ഇന്ന് നമ്മുടെ ഘോഷയാത്രയൊക്കെ വരുമ്പോൾ അതിൽ ഏറ്റവും നന്നായി സജീവമായി പങ്കെടുത്ത NCC സ്റ്റുഡൻസ്, ഇവിടെ വളരെ ശക്തമായിട്ടുള്ള NCC സംവിധാനമുള്ള ഒരു കോളേജ് കൂടിയാണ് NCC സ്റ്റുഡൻസ്. മറ്റ് യൂണിയൻ ഭാരവാഹികൾ, മറ്റ് ഈ കോളേജിലെ അനധ്യാപകരടക്കം അധ്യാപകർക്ക് എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ JDT ഇസ്ലാം പോലുള്ള ഞങ്ങളുടെ ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് വളരെ സജീവമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവർക്കുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ LSCകൾ, കേരളത്തിലെ വിവിധ മേഖലകളിലെ LSC കോർഡിനേറ്റേഴ്സ് പലരും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് റീജിയന്റെ അണ്ടറിൽ വരുന്ന LSC കോർഡിനേറ്റേഴ്സ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. അവർക്കും അവിടെ നിന്ന് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ തെയ്യം കലാകാരന്മാർ, ചെണ്ട തെയ്യം കലാകാരന്മാർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ്, മറ്റുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവിധ രീതിയിലുള്ള സഹായങ്ങളും നൽകിയ മുഴുവൻ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി യൂണിവേഴ്സിറ്റി ഭാഗത്തുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത കലാപരിപാടികളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ഡോക്ടർ പ്രദീപ് കുമാർ സർ. ദേശീയ ഗാനത്തോടുകൂടി ഈ ഉദ്ഘാടന സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. അതിനുശേഷം ഇവിടെ തിരുവാതിര, കഥകളി തിരുവാതിര മത്സരങ്ങൾ ഇവിടെ നടത്തുന്നതാണ്. भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय जय जय